എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡ് കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. തീർച്ചയായും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം ബ്രെഡ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാവുന്നതാണ്. ഒരു ബ്രെഡിൽ നിന്ന് നമുക്ക് 6 കഷ്ണം കിട്ടുമേ. അതിനനുസരിച്ചുള്ള ബ്രെഡ് വേണം തയ്യാറാക്കി എടുക്കാൻ. അങ്ങനെ ഞാൻ ബ്രെഡെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാനിപ്പം എണ്ണയ്ക്കകത്തൊന്നും മുക്കി ഒരുപാട് എണ്ണയ്ക്കകത്തൊന്നും മുക്കി വറുത്തെടുക്കുന്നില്ല. ഞാൻ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതിനായിട്ട് പാനിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ കഷ്ണം ബ്രെഡും ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബ്രെഡ് ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഈ ഒരു സ്വീറ്റ് റെസിപ്പിക്ക് അല്ലെങ്കിൽ തന്നെ 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇങ്ങനെ ബ്രെഡ് ഒന്ന് തയ്യാറാക്കി നോക്കി. ഈ ഒരു മെത്തേഡ് മാത്രം മതി കേട്ടോ. ബട്ടർ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. 2 വശവും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയും ബട്ടർ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അന്നേരം പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പം 2 വശത്തും ആ ഒരു ബട്ടറും അതുപോലെ തന്നെ പഞ്ചസാരയും 2 വശത്തും കിട്ടും. ഇങ്ങനെ ബ്രെഡ് 2 വശവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പാനിൽ നിന്ന് മാറ്റണം. ഞാൻ പറഞ്ഞു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തുമാത്രം മധുരം വേണം അതിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം പാലൊക്കെ തിളച്ച് വരാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/2 കപ്പ് പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ അതും നല്ലതാണ്. ഏതാണോ നിങ്ങൾക്കിഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എനിക്ക് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി. അന്നേരം ഞാൻ കുറച്ച് മധുരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കൈ ഇങ്ങനെ മാറ്റാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഈ കസ്റ്റാർഡ് അങ്ങ് പെട്ടെന്ന് കട്ടിയാകും. കുറച്ചുകൂടി ഒരു കളറിന് വേണ്ടി ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അല്ലാതുള്ള കളറൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും കളറൊന്നും വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ട. അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി, കളർ കിട്ടും. കുങ്കുമപ്പൂ ഒക്കെ ചേർക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. അതുകൊണ്ട് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ഈ കസ്റ്റാർഡിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനിയും കളറൊന്നും വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം കസ്റ്റാർഡൊക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റാർഡ് ഒരുപാട് അങ്ങ് തിക്കാകരുത് കേട്ടോ. ഈ ഒരു തിക്നെസ് മാത്രമേ വരാവൂ. ഇത്രയും കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇനി എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം. നമ്മൾ എപ്പോഴാണോ ഇത് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ എപ്പോഴാണോ അത് കൊടുക്കുന്നത് ആ നേരത്ത് മാത്രം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ബ്രെഡ് ആ കസ്റ്റാർഡിനകത്ത് കിടന്നങ്ങ് സോഫ്റ്റ് ആകും. അതുകൊണ്ടാണ്. അന്നേരം ഞാൻ സെർവ് ചെയ്യുന്ന സമയത്താണ് ഈ കസ്റ്റാർഡ് മാറ്റുന്നത്. നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കസ്റ്റാർഡ്. ആദ്യം എന്നിട്ട് ആ കസ്റ്റാർഡ് മിൽക്ക് ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് കസ്റ്റാർഡും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്തിരിയോ അല്ലെങ്കിൽ പിസ്ത, ബദാം, കാഷ്യൂനട്ട് ഇങ്ങനെയൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിപ്പം കുറച്ച് ബദാമും പിസ്തായുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ബ്രെഡ് കൊണ്ടുള്ളത്. ഞാൻ പറഞ്ഞ ആ ടോസ്റ്റ് ബട്ടറിനകത്തൊക്കെ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.